ഹലോ ഫ്രണ്ട്സ്, വി ക്രിയേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു 5 ബെഡ്റൂമുള്ള സിംഗിൾ സ്റ്റോറിയുടെ വീടിൻ്റെ പ്ലാനാണ്. ഇതിൻ്റെ ടോട്ടൽ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് 1150 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഈ ഡാർക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 20 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള വാൾസ് ആണ്. അതുപോലെ തന്നെ ഈ ലൈറ്റ് കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 10 സെൻറ്റിമീറ്റർ തിക്നെസ് ഉള്ള പാർട്ടീഷൻ വാൾസ് ആണ്. അതുപോലെ തന്നെ യെല്ലോ കളേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വിൻഡോസ് ആൻഡ് വെന്റിലേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഈ പ്ലാനിൻ്റെ ഔട്ടർ ഡയമെൻഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. സോ ആദ്യം തന്നെ ഈ ഒരു റിയർ പോർഷൻ്റെ ഡയമെൻഷൻ 9.20 മീറ്റേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു എൻറ്റയർ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ 17.20 മീറ്റേഴ്സ്. അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടേജിൻ്റെ ഡയമെൻഷൻ 9.58 മീറ്റേഴ്സ്. എല്ലാ ഡയമെൻഷൻസും മീറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലാനിൻ്റെ ഡിസൈൻ ഡീറ്റെയിൽസിലേക്ക് വരാം. സോ ഈ വീടിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വശത്താണ് എൻട്രൻസ്. 2 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ വരുന്നത് സിറ്റ് ഔട്ട് പോർഷനിലേക്കാണ്. സിറ്റ് ഔട്ട് പോർഷൻ്റെ ഡയമെൻഷൻ 2.5 മീറ്റർ horizontal by 1.26 meter vertical. സിറ്റൗട്ടിൽ നിന്ന് ഒരു ഡബിൾ ഷട്ടർ ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് 1.2 മീറ്റർ വിഡ്ത്തുള്ള ഒരു ഫൊയർ ഏരിയയിലേക്കാണ്. ഈ ഫൊയർ ഏരിയയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും ലിവിംഗ് ഏരിയ വരും. ഈ ലിവിംഗ് ഏരിയയുടെ ഡയമെൻഷൻ 3.8 മീറ്റർ horizontal by 3.3 മീറ്റർ വെർട്ടിക്കൽ. ഈ ലിവിംഗ് ഏരിയയിൽ 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയിൽ നമുക്കൊന്ന് ഫർണിച്ചേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഈ ഒരു ചുമരോട് ചേർന്നിട്ട് TV യൂണിറ്റ് കൊടുക്കണതാണ്. അതുപോലെ തന്നെ സോഫ ഈ ഒരു പോർഷനിൽ കൊടുക്കണതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചുമരിനോട് ചേർന്നിട്ട് ഒരു സൈഡ് സോഫ കൊടുക്കാം. ചെറിയൊരു ടീപ്പ് കൊടുക്കാം. ഈ ഒരു ഭിത്തിക്ക് ചെന്നിട്ട് ഒരു പ്ലാന്റേഴ്സ് സ്റ്റാൻഡ് കൊടുക്കാം. ഈ ലിവിംഗ് റൂമിൽ നിന്ന് ഈ പാസേജിൽ കൂടെ നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഡയമെൻഷൻ 2.62 മീറ്റർ ഹൊറിസോണ്ടൽ. ഈ ഒരു ചുമര് വരകളുടെ ഡയമെൻഷനാണ് 2.60 മീറ്റർ. അതുപോലെ തന്നെ ഈ ഒരു ചുമരോട്ട് ഈ ചുമര് വരകളുടെ വെർട്ടിക്കൽ ഡയമെൻഷൻ 4.2 മീറ്റർ. ഈ ഒരു ഡൈനിങ് പോർഷനിൽ നമുക്ക് ഡൈനിങ് ടേബിൾസും ചെയർസും ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഡൈനിങ് റൂമിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഒരു ഐലൻഡ് മോഡൽ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഡയമെൻഷൻ 3.68 മീറ്റർ ഹൊറിസോണ്ടൽ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയമെൻഷൻ 3.45 മീറ്റർ വെർട്ടിക്കൽ. ഈ ഒരു ചുമര് വരെ 3.45 മീറ്റർ. കിച്ചണിൽ നമുക്ക് കിച്ചൺ പ്ലാറ്റ്ഫോംസ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു ഐലൻഡ് പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട്. ഐലൻഡ് കിച്ചണാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു L ഷേപ്പിൽ കിച്ചൺ പ്ലാറ്റ്ഫോംസ് സെറ്റ് ചെയ്യാൻ പറ്റും. കിച്ചൺ പ്ലാറ്റ്ഫോമിൻ്റെ ടോപ്പിൽ നിങ്ങൾക്ക് സ്റ്റോറേജ് കബോർഡ്സും സെറ്റ് ചെയ്യാം. കിച്ചണിലേക്ക് ഒരു സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിൻ്റെ ഡയമെൻഷൻ 4 മീറ്റർ ഹൊറിസോണ്ടൽ. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡയമെൻഷൻ 1.4 മീറ്റർ വെർട്ടിക്കൽ. ഈ സ്റ്റോർ റൂമിൽ നമുക്ക് നീളത്തിലൊരു സ്റ്റോറേജ് കബോർഡ് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു L ഷേപ്പിൽ നമുക്ക് സ്റ്റോറേജ് കബോർഡ് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ സ്റ്റോർ റൂമിൽ നിന്ന് വരുന്നത് ഒരു ലോണ്ട്രി ഏരിയയിലേക്കാണ്. ലോണ്ട്രി ഏരിയ ഓപ്പൺ ടു സ്കൈ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു റെക്ടാങ്കിൾ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓപ്പൺ ടു സ്കൈ ആണ്. ഈ ലോണ്ട്രി റൂമിൽ നിന്ന് നമുക്കൊരു എക്സിറ്റ് ഡോറും കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക് പോകാനായിട്ട്. ഈ ലോണ്ട്രി റൂമിൻ്റെ ഡയമെൻഷൻ
1.4 meter vertical distance, 2.8 meter horizontal. So നമ്മൾ സിറ്റ് ഔട്ട് പറഞ്ഞു. സിറ്റ് ഔട്ടിൽ നിന്ന് ലിവിംഗ് റൂം, ലിവിംഗ് ഡൈനിങ് കഴിഞ്ഞ് കിച്ചൺ, സ്റ്റോർ, ലോണ്ടറി. നമുക്ക് ബാക്കി റൂംസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. സോ ലിവിംഗ് റൂമിൻ്റെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. സോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 3.8 meter horizontal by 3.8 meter vertical. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഞാനൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ബെഡ് ഈ ഒരു പോർഷനിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സൈഡ് ടിപ്പോ ഇവിടെ കൊടുക്കാം. ബെഡ്റൂമിനോട് ചേർന്നതിന് ഒരു റീഡിംഗ് ഏരിയ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ റീഡിംഗ് ഏരിയയുടെ ഡയമെൻഷൻ 1.38 meter horizontal by ഈ ഒരു വെർട്ടിക്കൽ ഡയമെൻഷൻ 2.6 meter. ഈ ഒരു റീഡിംഗ് ഏരിയയിൽ നമുക്ക് ഇവിടെയായിട്ട് റീഡിംഗ് ടേബിൾ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചെയർ സെറ്റ് ചെയ്യാം. ബുക്ക് ഷെൽഫ് ഈ ഒരു സൈഡിലായിട്ട് ബുക്ക് ഷെൽഫ് കൊടുക്കാം. സോ ബെഡ്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു റീഡിങ്ങിന് ചേർന്ന് തന്നെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വാഷ്റൂമിൻ്റെ ഡയമെൻഷൻ 2.8 meter horizontal by 1.45 meter vertical. ഈ വാഷ്റൂമിൽ നമുക്കൊന്ന് സാനിറ്ററി ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഈ ഒരു പോർഷനിലായിട്ട് വാഷ് ബേസിൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ബാത്ത് ഏരിയ. സോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ്. ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു റീഡിംഗ് ഏരിയ പാർട്ടിഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്ത് ഏരിയ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂംസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സോ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു 2 meter വിടുത്തുള്ള പാസേജ് കൊടുത്തിട്ടുണ്ട്. സോ പാസേജിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു കോമൺ വാഷ്റൂമാണ്. ഈ കോമൺ വാഷ്റൂമിൻ്റെ ഡയമെൻഷൻ 3 meter horizontal by 1.3 meter vertical. ഈ ഒരു വാഷ്റൂമിൽ നമുക്കൊന്ന് സാനിറ്ററി ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഈ ഒരു പോർഷനിലായിട്ട് വാഷ് ബേസിൻ, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റ് സെപ്പറേറ്റ് ചെയ്ത് ഒരു ബാത്ത് ഏരിയ. ഈ വാഷ്റൂമിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 3 meter horizontal by 3 meter vertical. ഈ ബെഡ്റൂമിൻ്റെ ഒരു സൈഡിൽ മാത്രമേ വിൻഡോസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ വിൻഡോ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നമുക്കൊന്ന് ഫർണിച്ചേഴ്സ് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഈ വാതിലിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബെഡ് ഈ ഒരു പോർഷനിലായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ്. ഒരു സൈഡ് ടേബിൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് ബോക്സ് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഈ പാസേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും അടുത്തൊരു ബെഡ്റൂമിലേക്ക് പോകുന്നതാണ്. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 4 meter horizontal. അതുപോലെ തന്നെ ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 2.8 meter vertical. ഞാൻ ഈ ഒരു പോർഷനിലായിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ് നമുക്ക് ഈ ഒരു ഭിത്തിക്ക് ചേർന്നിട്ട് കൊടുക്കാം. ഒരു സൈഡ് ടീപ്പോ ഒരൊറ്റ സിംഗിൾ വെന്റിലേഷനെ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ജനാലയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് അടുത്തൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വാഷ്റൂമിൻ്റെ ഡയമെൻഷൻ 2.8 meter horizontal by 1.2 meter vertical. ഇവിടെ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിൽ നമുക്ക് സാനിറ്ററി ഫിറ്റിംഗ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഈ ഒരു പോർഷനിലായിട്ട് ഒരു വാഷ് കൗണ്ടർ, അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബാത്ത് ഏരിയ. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക്, ഈ ബെഡ്റൂമിൽ ഈ ഒരു പോർഷനിൽ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 2.9 meter horizontal by ഈ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3.9 meter.
2 വിൻഡോസ് ഈ ബെഡ്റൂമിൽ വരുന്നുണ്ട്. സോ നമുക്ക് ബെഡ് ഈ ഒരു ചുമരിനോട് ചേർന്ന് കൊടുക്കാം. ബെഡ് എപ്പോഴും ചുമരിനോട് ചേർന്ന് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഒരു സൈഡ് ടീപ്പും ഇവിടെ കൊടുക്കാം. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വാഷ്റൂമിൻ്റെ ഡയമെൻഷൻ 1.8 മീറ്റർ ഹൊറിസോണ്ടൽ ബൈ 3 മീറ്റർ വെർട്ടിക്കൽ. ഈ ഒരു വാഷ്റൂമിൽ നമുക്ക് സാനിറ്ററി ഫിറ്റിംഗ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. സോ ഇവിടെയായിട്ട് ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് തന്നെ നമുക്കൊരു ബാത്ത് ഏരിയ കൊടുക്കാം. എല്ലാ ബാത്റൂമും അത്യാവശ്യം വലുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ബാത്ത് ഏരിയ കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഈ ഒരു ബെഡ്റൂം മാത്രമാണ് കവർ ചെയ്യാനുള്ളത്. 5th ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ 3.7 മീറ്റർ ഹൊറിസോണ്ടൽ ബൈ 3 മീറ്റർ വെർട്ടിക്കൽ. 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാർഡ്രോബിൻ്റെ സ്പേസിനാണ് കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് ബെഡ് ഈ ഒരു ചുമരിനോട് ചേർന്ന് സെറ്റ് ചെയ്യാം. ഒരു സൈഡ് ടീപ്പും ഇവിടെ സെറ്റ് ചെയ്യാം. സോ ഇതാണ് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഡീറ്റെയിൽ. മൊത്തം 5 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂംസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലിവിംഗ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ, സ്റ്റോർ, ലോണ്ട്രി, ഇത്രയും ഉള്ളതാണ് ഈ ഒരു വീടിൻ്റെ പ്ലാൻ. മൊത്തം സ്ക്വയർ ഫീറ്റ് 7,750 സ്ക്വയർ ഫീറ്റ് ആണ് പ്ലിന്ത് ഏരിയ വരുന്നത്. സോ നിങ്ങൾക്ക് വീടിൻ്റെ പ്ലാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേദി സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇത്രയും നേരം എൻ്റെ ഒപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.